നമ്മൾക്കിപ്പോൾ ഈ സമരത്തിൽ പോകാൻ ഈ സർക്കുലറിൻ്റെ പ്രശ്നം തന്നെ മെയിനായിട്ട് അതിൽ നമുക്ക് വേണ്ടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ആ സർക്കുലർ പിൻവലിക്കണം. പിന്നെ ഇപ്പോൾ മൂപ്പര് നമ്മളെ കുറേ അനാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്രായം ചെന്ന ആൾക്കാരൊക്കെ നമ്മളൊക്കെ 69 മുതൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ടും ഇതൊക്കെ നടക്കുന്നുണ്ട്. എത്രയോ MPമാർ, എത്രയോ RTOമാർ, എത്രയോ ജോയിൻ്റ് RTOമാർ ഇവിടെ നിന്നൊക്കെ പിരിഞ്ഞ് റിട്ടയർഡായിപ്പോയി. ഇതൊക്കെ അയാളെ നാട്ടിലുണ്ട്. മലപ്പുറത്ത് ഗുണ്ടകളാണെന്നുള്ള അവരോട് ചോദിക്കട്ടെ, ഗുണ്ടകളാണോ മാഫിയക്കാരാണോ, ഇവിടെ മാഫിയ നടത്തുകയാണോ, ഇതൊക്കെ ഒന്ന് മൂപ്പർക്ക് അന്വേഷിച്ചാൽ തന്നെ അറിയാം. പിന്നെ എത്രങ്ങാനും ലൈസൻസോ മൂപ്പർ വന്നതിൻ്റെ ശേഷം ഇവിടെ പെൻഡിങ് 21,000 ഇവിടെ മറ്റേ എറണാകുളം താലൂക്കിലുണ്ട് അപേക്ഷ കിടക്കണം. 3 ലക്ഷത്തിൽ ചെല്ലാൻ ലൈസൻസ് കൊടുക്കാനുണ്ട്. ഈ ലൈസൻസൊക്കെ എവിടെ? അതിനെപ്പറ്റി ഒരു തീരുമാനമില്ലാതെ ഈ വാണ്ടില്ലാത്തതിന് മൂപ്പർ മെനക്കെട്ടിട്ട് എന്ത് കാര്യങ്ങൾ? എന്തിനാ ഈ ശാപം വലിച്ചേറ്റിട്ടുണ്ട്? ഈ കുട്ടികളൊന്നും വെറുതെ കായ് എടുത്തല്ലോ. പാവപ്പെട്ട അരക്കായ്ക്ക് ഗതിയില്ലാത്ത ആൾക്കാർ വരെ ഫീസ് കെട്ടിക്കാണ്ടാണ് കൊണ്ടുവരുന്നത്. ഓരോരുത്തർ അമ്മാൻ്റെ വാപ്പാൻ്റെ ഒക്കെ മറ്റേ അരിന്ന് ഊരിയും ഉമ്മാൻ്റെ അരിന്ന് ഊരിയും ഒക്കെ ഊരിയെടുത്തുകൊണ്ടൊക്കെയാണ് ഓരോരുത്തർ പൈസ ആയിട്ട് വരുന്നത്. എന്നിട്ട് വന്നിട്ട് ഇതൊക്കെ എന്താണ് ഈ പൈസയും കെട്ടിയിട്ട് ആ പൈസക്ക് തലയില്ലാതെ ലൈസൻസും ഇല്ല, ഒന്നുമില്ല. ഗൾഫിൽ പോകാനും മറ്റുള്ളൂ എത്രങ്ങാനും ആൾക്കാർ ഗൾഫിൽ പോകാൻ കുടുങ്ങി കുത്തിർക്കണ്ടായിരുന്നു. ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കണം. ലൈസൻസ് കിട്ടിയാൽ ഇവിടെ നാട് പോയി കണ്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ എന്നാൽ മൂപ്പർക്ക് ഇവർക്ക് എന്താ വേണ്ടി ചെയ്തു കൊടുക്കട്ടെ, വല്ല ജോലിയും കൊടുക്കട്ടെ ഇവർക്കൊക്കെ. ഇതൊക്കെ ചെയ്യട്ടവർ.